അങ്കിളേ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മലയാളം ബൈബിൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞുതരാമോ? എബ്രായ ഭാഷയിലും സുറിയാനിയിലുമൊക്കെ ഇരുന്ന ദൈവവചനം നമ്മൾ വായിക്കുന്ന ഈ മലയാളത്തിലേക്ക് മാറിയ ആ ചരിത്രമറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. മോളെ, അതൊരു വലിയ കഥയാണ്. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പും ഒരുപാട് പണ്ഡിതന്മാരുടെ കഠിനാധ്വാനവും ആ ചരിത്രത്തിന് പിന്നിലുണ്ട്. നമുക്ക് ആദ്യം മുതൽക്കേ അത് പരിശോധിച്ചു നോക്കാം. ഉയിർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്നു പറഞ്ഞു. ഈ കൽപ്പന പ്രകാരം വിശുദ്ധ തോമാശ്ലീഹ യേശുവിന്റെ സാക്ഷിയാകുന്നതിനായി ഇന്ത്യയിലെത്തി. സെന്റ് തോമസ് അഥവാ മാർത്തോമാശ്ലീഹ കേരളത്തിലെത്തിയതോടെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ ചരിത്രം ആരംഭിക്കുന്നത്. AD 52 കൊടുങ്ങല്ലൂരിലെ മാലിയങ്കരയിൽ കപ്പലിറങ്ങിയ അപ്പോസ്തോലൻ വിവിധ ഭാഗങ്ങളിലായി സുവിശേഷം പ്രചരിപ്പിക്കുകയും ആരാധനാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അങ്കിളേ, ഒരു സംശയം ചോദിക്കട്ടെ? ഈ നാട്ടിലെ ഭാഷ അറിയാത്ത തോമാശ്ലീഹ ഇവിടുത്തെ ജനങ്ങളോട് എങ്ങനെ സുവിശേഷം പറഞ്ഞു? ഇതിന്റെ ഉത്തരം ബൈബിളിൽ അപ്പോസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. പെന്തക്കോസ്തു നാളിൽ യെരുശലേമിൽ ഒത്തുകൂടിയ ജനക്കൂട്ടം ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ 3 വൻകരകളിൽ നിന്നുള്ളവരായിരുന്നു. അവർ 16-ലധികം വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. പെന്തക്കോസ്തു നാളിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിയുകയും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. അവിടെ സമ്മേളിച്ച ജനക്കൂട്ടത്തിന്റെ ഭാഷയിൽ തന്നെ അവരോട് സംസാരിപ്പാൻ ആവശ്യമായ ഭാഷാവരം പരിശുദ്ധാത്മാവ് അവർക്ക് നൽകി. അതുകൊണ്ട് അപ്പോസ്തോലന്മാർ സംസാരിച്ചത് ജനക്കൂട്ടത്തിന് മനസ്സിലായി. അപ്പോസ്തോലന്മാർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നുവെന്ന് ജനങ്ങൾ തമ്മിൽ പറഞ്ഞു. വിശുദ്ധ പത്രോസ് മറ്റ് 11 അപ്പോസ്തോലന്മാരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പ്രസംഗിച്ചു. വിശുദ്ധ തോമാശ്ലീഹായും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. പെന്തക്കോസ്തു നാളിൽ ലഭിച്ച പരിശുദ്ധാത്മ നിറവും ഭാഷാവരം ഉൾപ്പെടെയുള്ള കൃപാവരങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് സുവിശേഷം പറയുവാൻ വിശുദ്ധ തോമാശ്ലീഹായ്ക്ക് ഭാഷ ഒരു പ്രശ്നമായിരുന്നില്ല. അടുത്തതായി കേരളത്തിലെ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ നടന്ന പ്രധാന കാര്യം കിനായി തോമയുടെയും സംഘത്തിന്റെയും വരവാണ്. AD 52 വിശുദ്ധ തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നു ക്രൈസ്തവ സഭ ആരംഭിച്ചു. അങ്ങനെ മുന്നോട്ടു പോകുമ്പോഴാണ് AD 345 ക്നായിത്തോമന്റെ നേതൃത്വത്തിലുള്ള കുടിയേറ്റം നടന്നത്. ക്നായിത്തോമന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ എഡേസയിലെ മാർ യൗസേപ്പ് മെത്രാനും പള്ളിയിലച്ചന്മാരും ഉൾപ്പെടെ ഏകദേശം 72 കുടുംബങ്ങളിലായി ഏകദേശം 400 പേർ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. ചേരമാൻ പെരുമാളിൽ നിന്ന് ക്നായിത്തോമന് ലഭിച്ച 72 പദവികൾ അഥവാ ചെപ്പേടുകൾ സഭയുടെ സാമൂഹിക പദവി ഉയർത്തി. AD 345 ക്നായിത്തോമയുടെയും സംഘത്തിന്റെയും കുടിയേറ്റം കേരളത്തിലെ ക്രൈസ്തവ ആരാധനാക്രമത്തിൽ സുപ്രധാനമായൊരു മാറ്റം കൊണ്ടുവന്നു. അതോടെ സുറിയാനി ഭാഷയിലുള്ള ആരാധനാക്രമവും സുറിയാനി ഭാഷയിലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളും ഇവിടെ ശക്തമായി വേരോടുകയും സഭയുടെ ഔദ്യോഗിക ഭാഷയായി സുറിയാനി മാറുകയും ചെയ്തു. ബൈബിളിന്റെ സുറിയാനി ഭാഷയിലുള്ള വിവർത്തനമാണ് പെഷീത്ത എന്ന സുറിയാനി ബൈബിൾ. AD 1 അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടുകളിൽ രൂപം കൊണ്ട ഈ പതിപ്പാണ് കേരളത്തിലെ മാർത്തോമ നസ്രാണികളുടെ ആരാധനാക്രമങ്ങളിലും വേദപഠനങ്ങളിലും മലങ്കര സഭയുടെ ഔദ്യോഗിക ബൈബിളായി നിലകൊണ്ടത്. ഇനി നമ്മൾ പഠിക്കുന്നത് ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ചരിത്രമാണ്. മലയാളം ബൈബിൾ വിവർത്തനത്തിന്റെ ചരിത്രം കേരളത്തിന്റെ സാംസ്കാരികവും ഭാഷാപരവുമായ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഒന്നാണ്. ആദ്യമായി മലയാളത്തിൽ ഭാഗികമായി അച്ചടിച്ച് വിവർത്തനം ചെയ്ത ബൈബിളാണ് 4 സുവിശേഷങ്ങൾ മാത്രം തർജ്ജമ ചെയ്ത റംബാൻ ബൈബിൾ. ഇത് 1811 വിവർത്തനം ചെയ്തത്. രണ്ടാമത്തേതാണ് ബെഞ്ചമിൻ ബെയ്ലി 1829 വിവർത്തനം ചെയ്ത പുതിയ നിയമം. മൂന്നാമത്തേതാണ് ബെഞ്ചമിൻ ബെയ്ലിയുടെ തന്നെ സമ്പൂർണ്ണ ബൈബിൾ. ഇത് വിവർത്തനം ചെയ്തത് 1841.
നാലാമത്തേതാണ് ഗുണ്ടട്ടിന്റെ പുതിയ നിയമത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ്. ഇത് 1852 മുതൽ 54 വരെ കാലഘട്ടത്തിലാണ് നിർവഹിച്ചത്. അഞ്ചാമത്തതാണ് ഗുണ്ടട്ടിന്റെ പഴയ നിയമം. ഇത് 1860കളിലാണ് തയ്യാറാക്കിയത്. ആറാമത്തതാണ് ഔദ്യോഗിക പതിപ്പായ സത്യവേദ പുസ്തകം. 1910ലാണ് ഇത് തയ്യാറാക്കിയത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബൈബിൾ സൊസൈറ്റിയാണ്. മലയാളം ബൈബിൾ വിവർത്തനം കേവലം ഒരു ഭാഷാമാറ്റമായിരുന്നില്ല, മറിച്ച് പതിറ്റാണ്ടുകൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും ഒട്ടേറെ വെല്ലുവിളികളുടെയും ചരിത്രമാണ്. ഓരോ ഘട്ടത്തിലുമുണ്ടായ പരിമിതികളും അവ പരിഹരിക്കാൻ പിൽക്കാല വിവർത്തകർ സ്വീകരിച്ച നടപടികളും നമുക്ക് നോക്കാം. അവരുടെ ത്യാഗോജ്വലമായ ഉത്സാഹത്താൽ ഇതെങ്ങനെ സാധ്യമായി എന്നറിയുന്നത് നമ്മെ ദൈവത്തോടും അവരോടും നന്ദിയുള്ളവരാക്കി മാറ്റും. ആദ്യമായി റംബാൻ ബൈബിളുണ്ടായ ചരിത്രം നോക്കാം. സുറിയാനി ഭാഷയിലുള്ള ആരാധനയും വേദവായനയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത സാഹചര്യം നിലനിന്നിരുന്നു. ഈ ഭാഷാപരമായ തടസ്സം നീക്കി വിശ്വാസികൾക്ക് വചനം ഹൃദിസ്ഥമാക്കാൻ ഒരു മലയാള വിവർത്തനം അനിവാര്യമായി വന്നു. ഇതിന്റെ ഫലമായാണ് 1811 സുറിയാനി പെശീത്തയെ അടിസ്ഥാനമാക്കി ആദ്യത്തെ മലയാള പരിഭാഷയായ റംബാൻ ബൈബിൾ പുറത്തിറങ്ങിയത്. ആദ്യമായി മലയാളത്തിൽ ഭാഗികമായി അച്ചടിച്ച് വിവർത്തനം ചെയ്ത ബൈബിളാണ് റംബാൻ ബൈബിൾ. 4 സുവിശേഷങ്ങൾ മാത്രമാണ് ഇതിൽ തർജ്ജമ ചെയ്തിരുന്നത്. വിശ്വാസികൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അറിവ് ലഭിക്കുന്നതിനായി കായംകുളം സ്വദേശിയായ പണ്ഡിതൻ കായംകുളം ഫിലിപ്പോസ് റംബാൻ ബൈബിളിന്റെ മലയാളത്തിലേക്കുള്ള വിവർത്തനം 1806 ആരംഭിച്ചു. മിഷണറിയായിരുന്ന ക്ലോഡിയസ് ബുക്കാനൻ ഇതിന് സഹായം നൽകി. മാർ ദീവന്നാസിയോസ് രണ്ടാമൻ എന്ന് പിന്നീടറിയപ്പെട്ട പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് മൽപ്പാൻ ഈ മഹത്തായ ദൗത്യത്തെ പിന്തുണച്ചു. തിമ്മപ്പാപ്പിള്ള ഭാഷാ സഹായി എന്ന നിലയിൽ പ്രവർത്തിച്ചു. മലയാളം ഗദ്യശൈലി ശരിയായി ഉപയോഗിക്കാനും തമിഴ് വിവർത്തനവുമായി ഒത്തുനോക്കാനും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. സുറിയാനി ബൈബിളായ പെശീത്തായിൽ നിന്നാണ് 4 സുവിശേഷങ്ങൾ ഇവർ റംബാൻ ബൈബിൾ എന്ന പേരിൽ വിവർത്തനം നടത്തിയത്. അന്നത്തെ ഏറ്റവും മികച്ച തമിഴ് വിവർത്തനമായ ജൊഹാൻ ഫിലിപ്പ് ഫാബ്രിഷിയസ് തയ്യാറാക്കിയ പരിഭാഷ ഫാബ്രിഷിയസ് പരിഭാഷ ഫാബ്രിഷിയസ് ട്രാൻസ്ലേഷൻ ഒരു പ്രധാന റഫറൻസായി ഇവർ ഉപയോഗിച്ചു. 1811 ബോംബെയിലെ കൊറിയർ പ്രസിൽ ഇത് അച്ചടിച്ച് പുറത്തിറങ്ങി. ക്ലോഡിയസ് ബുക്കാനന്റെ ഉത്സാഹത്താൽ നിർവഹിക്കപ്പെട്ട വിവർത്തനമായതിനാൽ ഇത് ബുക്കാനൻ ബൈബിൾ എന്ന പേരിലും അറിയപ്പെട്ടു. കൊറിയർ പ്രസിൽ അച്ചടിച്ചതിനാൽ കൊറിയർ ബൈബിൾ എന്ന പേരിലും ഈ ബൈബിൾ പരിഭാഷ അറിയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും റംബാൻ ബൈബിൾ എന്ന പേരാണ് കൂടുതൽ പ്രശസ്തം. റംബാൻ ബൈബിളിന് കാര്യമായ പ്രചാരണം ലഭിച്ചില്ല എന്നതിന് കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. അന്നത്തെ തമിഴ് കലർന്ന മലയാള ഭാഷയുടെ പോരായ്മകളും സുറിയാനി പദങ്ങളുടെ ബാഹുല്യവും മറ്റു ചില കാരണങ്ങളും നിമിത്തം അതിന് കാര്യമായ പ്രചാരണം ലഭിച്ചില്ല. ലിപി വിന്യാസത്തിലെ പോരായ്മകളാണ് രണ്ടാമത്തെ കാരണം. അക്കാലത്ത് മലയാളം അച്ചടി അതിന്റെ ശൈശവാവസ്ഥയിലായിരുന്നു. ബോംബെയിലെ കൊറിയർ പ്രസിൽ ഈ ബൈബിൾ അച്ചടിക്കാൻ ഉപയോഗിച്ച അക്ഷരങ്ങൾ ഇന്നത്തെ മലയാളം പോലെയല്ലായിരുന്നു. മലയാളം അക്ഷരങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് അന്ന് കൃത്യമായ ഒരു മാതൃക അഥവാ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരുന്നില്ല. പല അക്ഷരങ്ങളും വായനക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. അച്ചടിയിലെ പിശകുകളും പ്രിന്റിംഗ് എറേഴ്സ് വായനയെ ദുഷ്കരമാക്കി. വിതരണ ശൃംഖലയുടെ അഭാവമായിരുന്നു മൂന്നാമത്തെ തടസ്സം. ഇന്നത്തെ പോലെ പുസ്തകങ്ങൾ വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നില്ല. ബോംബെയിൽ അച്ചടിച്ച ഈ ബൈബിളുകൾ കേരളത്തിലെ ഉൾനാടുകളിലേക്ക് എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അച്ചടിച്ച പ്രതികളുടെ എണ്ണവും പരിമിതമായിരുന്നു. നാലാമത്തെ പ്രതിബന്ധം ഈ പുസ്തകത്തിന്റെ ഉയർന്ന വിലയായിരുന്നു. അക്കാലത്ത് അച്ചടി വലിയ ചെലവുള്ള ഒന്നായിരുന്നു. സാധാരണക്കാരായ വിശ്വാസികൾക്ക് ഒരു ബൈബിൾ വാങ്ങി സൂക്ഷിക്കുക എന്നത് സാമ്പത്തികമായി പ്രായോഗികമായിരുന്നില്ല. പള്ളികളിലോ പ്രഭുക്കന്മാരുടെ വീടുകളിലോ മാത്രമേ ഇത്തരം വിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സാമൂഹികമായ നിയന്ത്രണങ്ങളായിരുന്നു അഞ്ചാമത്തെ തടസ്സം. ബൈബിൾ സ്വന്തമായി വായിക്കാനുള്ള അനുവാദം സാധാരണ വിശ്വാസികൾക്ക് അക്കാലത്ത് സഭകളിൽ നിന്ന് പരിമിതമായിരുന്നു. പ്രോത്സാഹനവും ഉണ്ടായിരുന്നില്ല.
വിശുദ്ധ ഗ്രന്ഥം പൗരോഹിത്യത്തിന്റെ കൈകളിൽ മാത്രമിരിക്കേണ്ട ഒന്നാണെന്ന ചിന്താഗതി ചിലയിടങ്ങളിൽ നിലനിന്നിരുന്നു. അതുകൊണ്ടുതന്നെ വ്യക്തിഗതമായി ബൈബിൾ വായിക്കുന്ന ശീലം അന്ന് ജനങ്ങൾക്കിടയിൽ വളർന്നിരുന്നില്ല. ബദൽ വിവർത്തനങ്ങളുടെ കടന്നുവരവായിരുന്നു ആറാമത്തെ തടസ്സം. റംബാൻ ബൈബിൾ വന്ന് അധികം വൈകാതെ തന്നെ, ഏകദേശം 18 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1829 ബെഞ്ചമിൻ ബെയ്ലി പുതിയ നിയമം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. ബെയ്ലി കോട്ടയത്ത് സ്വന്തമായി പ്രസ് സ്ഥാപിക്കുകയും CMS പ്രസ് കൂടുതൽ ലളിതമായ അച്ചടി ലിപികൾ ഉപയോഗിക്കുകയും ചെയ്തതോടെ റംബാൻ ബൈബിളിന്റെ പ്രസക്തി സാവധാനം കുറഞ്ഞു. അടുത്തതായി നമുക്ക് ബെഞ്ചമിൻ ബെയ്ലിയുടെ ബൈബിൾ പരിഭാഷയെക്കുറിച്ച് നോക്കാം. മലയാളം അച്ചടിയുടെ പിതാവായി അറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരനായ മിഷണറിയാണ് ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലണ്ടിലെ ഡ്യൂസ്ബറിയിൽ ജനിച്ച അദ്ദേഹം ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സുവിശേഷ പ്രചാരണത്തിനായി കേരളത്തിലെത്തുകയും മലയാള ഭാഷയ്ക്ക് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകുകയും ചെയ്തു. 1816 കോട്ടയത്തെത്തിയ ബെയ്ലി CMS മിഷണറിയായി അവിടെ താമസിച്ച് മലയാള ഭാഷ പഠിക്കുകയും അച്ചടിശാല സ്ഥാപിക്കുകയും ചെയ്തു. കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ബെഞ്ചമിൻ ബെയ്ലി മലയാളം ബൈബിളിന്റെ പൂർണ്ണരൂപത്തിനായി കഠിനാധ്വാനം ചെയ്തു. തൽഫലമായി മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പുതിയ നിയമം ന്യൂ ടെസ്റ്റമെന്റ് അദ്ദേഹം തർജിമ ചെയ്ത് 1829 കോട്ടയം CMS പ്രസിൽ നിന്ന് പുറത്തിറക്കി. ബെഞ്ചമിൻ ബെയ്ലി വെറുമൊരു വിവർത്തകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു നിഘണ്ടു രചയിതാവ് കൂടിയായിരുന്നു. മലയാളം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുക്കൾ നിർമ്മിച്ചത് ബൈബിൾ വിവർത്തനത്തിന് ആവശ്യമായ കൃത്യതയാർന്ന പദങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. ബെയ്ലിയുടെ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുള്ള മൂലകൃതികളിൽ നിന്നും നേരിട്ട് വിവർത്തനം ചെയ്തതാണ്. പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെട്ട സമ്പൂർണ്ണ ബൈബിൾ 1841 അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇതിനെയാണ് ബെയ്ലി ബൈബിൾ എന്ന് വിളിക്കുന്നത്. ഹീബ്രു ഭാഷയിലുള്ള മൂലഗ്രന്ഥങ്ങളിൽ നിന്നാണ് പഴയ നിയമം വിവർത്തനം ചെയ്തത്. ബെയ്ലിക്ക് മുൻപ് 1811 ഇറങ്ങിയ റംബാൻ ബൈബിൾ സുറിയാനി പേശീത്തയിൽ നിന്നാണ് വിവർത്തനം ചെയ്തിരുന്നത്. എന്നാൽ ബെയ്ലി കുറച്ചുകൂടി കൃത്യത വരുത്തുന്നതിനായി ബൈബിൾ യഥാർത്ഥത്തിൽ എഴുതപ്പെട്ട മൂലഭാഷകളെ ഹീബ്രു ആൻഡ് ഗ്രീക്ക് നേരിട്ട് ആശ്രയിച്ചു. എന്നിരുന്നാലും ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനും മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട റംബാൻ ബൈബിളും ബെഞ്ചമിൻ ബെയ്ലി താരതമ്യത്തിനായി ഉപയോഗിച്ചിരുന്നു. ബൈബിൾ വിവർത്തന യജ്ഞത്തിൽ ബെഞ്ചമിൻ ബെയ്ലിക്ക് സഹായികളായിരുന്നത് കൊച്ചിയിൽ താമസിച്ചിരുന്ന എബ്രായ ഭാഷാ പണ്ഡിതൻ മോസസ് ഇസാർഫതി, സംസ്കൃത പണ്ഡിതനായ വൈദ്യനാഥ അയ്യർ, ഇംഗ്ലീഷിലും മലയാളത്തിലും പണ്ഡിതനായിരുന്ന ചാത്തു മേനോൻ എന്നിവരായിരുന്നു. കൂടാതെ സുറിയാനി പുരോഹിതന്മാരുടെയും പ്രാദേശിക പണ്ഡിതന്മാരുടെയും സഹായവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അക്ഷരങ്ങൾ അനാഥമായിരുന്ന ഒരു കാലത്ത് ഇരുമ്പുലയിൽ വെന്തെരിഞ്ഞ് മലയാളത്തിന് അച്ചടി രൂപം നൽകിയവൻ, കടലാസിൽ ദൈവത്തിന്റെ ഭാഷ കോറിയിടാൻ സ്വന്തം ജീവിതം മഷിയാക്കി മാറ്റിയ ശ്രേഷ്ഠനാണ് ബെഞ്ചമിൻ ബെയ്ലി. നിഘണ്ടുവിനും ബൈബിളിനും പുറമെ അദ്ദേഹം ചെയ്ത മറ്റൊരു വലിയ കാര്യം അച്ചടി അച്ചുകൾ അഥവാ ടൈപ്സ് വാർത്തെടുത്തു എന്നതാണ്. തടിയിലും ലോഹത്തിലും അദ്ദേഹം കൊത്തിയെടുത്ത അക്ഷരങ്ങളാണ് മലയാളം അച്ചടിക്ക് ഇന്നത്തെ ഉരുണ്ട വടിവ് നൽകിയത്. അന്ന് അദ്ദേഹം ആ ഇരുമ്പ് പ്രസിദ്ധീകരിച്ചത് കേവലം കടലാസിൽ അച്ചടിക്കാനല്ല, മറിച്ച് മലയാളിയുടെ വായനയുടെയും വിജ്ഞാനത്തിന്റെയും ചരിത്രം തിരുത്തിക്കുറിക്കാനായിരുന്നു. ഇത്രയും കഠിനാധ്വാനം ചെയ്ത് ബെഞ്ചമിൻ ബെയ്ലി ബൈബിൾ വിവർത്തനം ചെയ്തിട്ടും അതിലും പോരായ്മകളുണ്ടായിരുന്നു. അവ എന്തെല്ലാമാണെന്നും തുടർന്നുള്ള ബൈബിൾ വിവർത്തനങ്ങളെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ നോക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.